ഗസ് വെൽക്കം ടു എ റൂം ക്ലീനിങ് ബ്ലോഗ്. ഗസ് നോക്കാം നമ്മുടെ റൂമിൻ്റെ കോലം. ഗസ് നോക്കിയാൽ ഫുള്ള് ഒരു അലങ്കോലായിട്ട് നിൽക്കുന്ന ഗസ്. ഇവിടെ ഫുള്ള് ഗസ് ഇങ്ങനത്തെ കടലാസുകളും അങ്ങനത്തെ ഒക്കെയാണ് ഗസ്. നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ ക്ലീൻ എപ്പോൾ ചെയ്യാനുണ്ടെങ്കിലും ഗസ് ഫുള്ളൊരു അലങ്കോലപ്പെട്ടിട്ടാണ് ഇല്ലേ ഇപ്പം. നോക്കി ഇന്ന് നമ്മൾ മേശയ്ക്ക് നോക്കി ഗസ് ഫുള്ള് അലങ്കോലാണ്. നമുക്ക് കുറേ വണ്ണാൻ വരെയൊക്കെ വന്നിട്ടുണ്ട് ഗസ്. നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗസ് ഇനിയാണ് യഥാർത്ഥ ക്ലീനിങ് ഗസ്. നമ്മൾ അതിന് ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പം ഗസ് നിങ്ങൾ വേസ്റ്റ് ഒക്കെ ഗസ് 2 ദിവസം മുമ്പ് അടിച്ചു വരെ കണ്ടാൽ പറയുക ഗസ് അത്രയ്ക്ക് വേസ്റ്റ് ഉണ്ട് ഗസ്. 2 ദിവസം മുമ്പ് നമ്മൾ കുറച്ച് അടിച്ചു വരെയാണ്. അതുകൊണ്ട് കുറച്ച് വെയിറ്റൊക്കെ വേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര ഇഷ്ടം കൂടി ഇല്ല, അതും കൂടി ഒന്ന് കളയട്ടെ ഗസ്. ഓക്കെ അതിൽ ഗസ് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഗസ്. ക്ലീൻ ആക്കി ഞങ്ങൾക്ക് തോന്നില്ലെങ്കിൽ ഗസ് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് ഗസ് സോറി ഇത് നമ്മുടെ സ്റ്റാൻഡ് ഗസ്. നമ്മൾ സ്റ്റാൻഡ് ഗസ് ചെറുതായിട്ട് പോയതുകൊണ്ട് ഗസ് നമ്മളിപ്പോൾ അതിനെ കൊണ്ടാണ് യൂസ് ചെയ്യൽ. ഇതാ ഗസ് നമ്മൾ അത്യാവശ്യം ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തോന്നില്ല ഗസ്. അതങ്ങനെയാണ് ഗസ്. ഇതിൻ്റെ കളറൊക്കെ അങ്ങനെയാണ് ഗസ്. കാണുന്നില്ല, അല്ല നമുക്കൊന്നും അല്ല, നിങ്ങൾക്ക് തോന്നുന്നല്ലേ ഗസ്. ഒരു ഹോം ടൂർ വരുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ എൻ്റെ അമ്മ പറഞ്ഞു, ഹോം ടൂറൊക്കെ എടുക്കുന്നതല്ലേ ഗസ്, ഈ വീട് മുഴുവൻ നീ ക്ലീൻ ചെയ്യണോ ഗസ്. ഓക്കെ ഞാൻ ക്ലീൻ ചെയ്യും ഗസ്. ഹോം ടൂറിന് വേണ്ടി വെയിറ്റ് ചെയ്യും, ഉടൻ വരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ. അയ്യോ.